മിഡിൽ ഈസ്റ്റിലെ വ്യോമയാന പ്രതിസന്ധിയുടെ പ്രത്യാഘാതം ഇനിയും തുടർന്നേക്കാമെന്ന് റിപ്പോർട്ടുകൾ. വ്യോമപാത നിയന്ത്രണങ്ങൾ, ഉയർന്ന ഇന്ധനവില, വിമാന സർവീസുകളിലെ കുറവ് എന്നിവ കാരണം യുഎഇയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉടൻ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് എന്നീ വിമാന കമ്പനികൾ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ സർവീസുകൾ തുടരുന്നുണ്ട്. എന്നാൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വ്യോമയാന പ്രതിസന്ധിയുടെ പ്രത്യാഘാതം ഇനിയും തുടർന്നേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വ്യോമപാത നിയന്ത്രണങ്ങൾ, ഉയർന്ന ഇന്ധനവില, വിമാന സർവീസുകളുടെ കുറവ് എന്നിവ കാരണം യുഎഇയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉടൻ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിലെ കരിപ്പൂർ, നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ റദ്ദാക്കുന്നതും വൈകുന്നതും പതിവായിട്ടുണ്ട്. സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ, എയർ അറേബ്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാന കമ്പനികളുടെ സർവീസുകൾ അവസാന നിമിഷം റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിത റദ്ദാക്കലുകൾ മൂലം നിരവധി യാത്രക്കാർക്ക് യാത്രകൾ മാറ്റേണ്ടി വരികയും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ അവധിയും ഓണം അവധിയും കഴിഞ്ഞ് നാട്ടിൽ നിന്ന് യുഎഇയിലേക്ക് മടങ്ങുന്ന യാത്രക്കാരെയാണ് ഈ സാഹചര്യം ഏറെ വലയ്ക്കുന്നത്. ടൂറിസം മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളും സാമ്പത്തിക ഗവേഷണ സ്ഥാപനവും ചേർന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം അനുകൂലമായ സാഹചര്യത്തിലും 2026 ആഗോള വിമാന നിരക്കുകൾ യുദ്ധത്തിനു മുമ്പ് പ്രതീക്ഷിച്ചിരുന്ന നിലവാരത്തേക്കാൾ 5 മുതൽ 10% വരെ ഉയർന്നേക്കാം. പ്രതിസന്ധി കൂടുതൽ നീണ്ടാൽ നിരക്ക് ഇതിലും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ആഗോള യാത്രക്കാരുടെ ഇടത്താവള യാത്രകളുടെ ഏകദേശം 14% ഗൾഫ് വിമാനത്താവളത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യൂറോപ്പ്, ഏഷ്യ യാത്രകളുടെ ഏകദേശം 20% ഈ മേഖലയുമായി ബന്ധിപ്പിക്കപ്പെടുന്നതിനാൽ ദുബായിയും അബുദാബിയും ഉൾപ്പെടെയുള്ള ഗൾഫ് വിമാനത്താവളങ്ങളിലെ തടസ്സങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രകളെയും ബാധിക്കുന്നുണ്ട്. വ്യോമപാത നിയന്ത്രണങ്ങൾ കാരണം വിമാനങ്ങൾക്ക് ദീർഘമായ റൂട്ടുകൾ സ്വീകരിക്കേണ്ടി വരുന്നത് ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം വിമാന സർവീസുകളിലും സീറ്റുകളുടെ ലഭ്യതയിലും കുറവുണ്ടാകുന്നത് ടിക്കറ്റ് നിരക്കിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യോമപാതകൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയാലും നിരക്കുകൾ ഉടൻ കുറയണമെന്നുമില്ല. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് എന്നീ വിമാന കമ്പനികൾ തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ സർവീസുകൾ തുടരുന്നുണ്ട്. എന്നാൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തിട്ടുണ്ട്. ദുബായിലേക്കും മിഡിൽ ഈസ്റ്റിലെ മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുമുള്ള ചില സർവീസുകൾ അന്താരാഷ്ട്ര എയർലൈനുകൾ താൽക്കാലികമായി നിർത്തിവെച്ച കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.